Friends, our new subject, business economics. Its first part consists of meaning and definition of economics, meaning of micro and macroeconomics, and then the differences between micro and macroeconomics. First of all, let us discuss about meaning and definition of economics. The first point is economics is a social science. Economics ഒരു social science ആണ്. Why it is called as a social science? എന്തുകൊണ്ടാണ് ഇക്കണോമിക്സിനെ ഒരു സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്? Because it consists of a scientific study of many aspects that is related with the human society and social relationship. സമൂഹവും സാമൂഹിക ബന്ധങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇക്കണോമിക്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു സോഷ്യൽ സയൻസ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഓർ ദ വെൽ ബീയിങ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി. സൊസൈറ്റിയിലെ അംഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് ഇക്കണോമിക്സിലെ പ്രതിപാദ്യ വിഷയം. So the next question is, what is the basic question economics addresses for improving the well-being or of standard of living of people in a society? ഒരു സൊസൈറ്റിയിലെ അംഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ഇക്കണോമിക്സ് എന്ന വിഷയം അഡ്രസ്സ് ചെയ്യുന്ന ചോദ്യം എന്താണ്? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് ഇക്കണോമിക്സ്? ഇക്കണോമിക്സിൻ്റെ അടിസ്ഥാനപരമായ ധർമ്മം എന്താണ്? ദ ബേസിക് ഫങ്ഷൻ ഓഫ് ഇക്കണോമിക്സ് ഈസ് ടു സ്റ്റഡി ഹൗ ഇൻഡിവിജ്വൽസ്, ഹൗസ് ഹോൾഡ്, ഫേംസ് ആൻഡ് നേഷൻസ് മാക്സിമൈസ് ദെയർ ഗെയിൻസ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. വ്യക്തികൾ, കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ, രാജ്യങ്ങൾ അവർക്ക് ലഭ്യമായ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പരിമിതമായ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിത നിലവാരം ഉയർത്തുന്നത് എന്നതിനെ സംബന്ധിച്ച പഠനമാണ് ഇക്കണോമിക്സിൻ്റെ അടിസ്ഥാനപരമായ ധർമ്മം. ദ ബേസിക് ഫങ്ഷൻ ഓഫ് ഇക്കണോമിക്സ് ഈസ് to study how to improve the standard of living, how to improve the gain or maximize the gain with the limited resources. And this function is called maximizing behavior or optimizing behavior. In economic terminology, the term is what? Maximizing behavior or optimizing behavior. ഇനി ഈ അടിസ്ഥാനപരമായ ധർമ്മത്തിനെ ഇക്കണോമിക് ടേംസിൽ നമുക്ക് എന്തെന്ന് പറയാം? മാക്സിമൈസിങ് ബിഹേവിയർ അല്ലെങ്കിൽ ഒപ്റ്റിമൈസിങ് ബിഹേവിയർ എന്ന് പറയാം. സോ ബൈ കൺസിഡറിങ് ദീസ് 2 points, what are the 2 points? First one, economics is a social science, and the second point is the basic function of economics is maximizing behavior or optimizing behavior. By considering these 2 points, we can build up or we can make up a simple meaning of economics. ഇക്കണോമിക്സിൻ്റെ ഒരു ലളിതമായ നിർവചനം നമുക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ 2 പോയിന്റുകളും പരിഗണിച്ചു കഴിഞ്ഞാൽ. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇക്കണോമിക്സ്? അപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇക്കണോമിക്സ് മീൻസ് ഇറ്റ് ഈസ് എ സോഷ്യൽ സയൻസ് വിച്ച് സ്റ്റഡീസ് human behavior in relation to optimizing allocation of available resources to achieve the given ends. That is the meaning of economics. Economics is a social science. Economics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു സോഷ്യൽ സയൻസ് ആണ്, which studies human behavior. ആ സോഷ്യൽ സയൻസ് എന്ത് പഠിക്കുന്നു? ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നു. വാട്ട് ടൈപ്പ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇറ്റ് ഈസ് സ്റ്റഡിയിങ്?
ഏത് തരത്തിലുള്ള ഹ്യൂമൻ ബിഹേവിയറാണിത് പഠന വിഷയമാക്കുന്നത്? ഹ്യൂമൻ ബിഹേവിയർ ഇൻ റിലേഷൻ ടു optimizing allocation of available resources to achieve the given ends. നമ്മളുടെ കയ്യിൽ ലഭ്യമായ പരിമിതമായ റിസോഴ്സുകളെ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ സ്വഭാവത്തിനെ കുറിച്ചുള്ള പഠനമാണ്, ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. So what is the simple meaning of economics? Economics is a social science which studies human behavior that is related to optimizing the utilization of available resources in order to achieve the given ends. Now let us discuss various definitions of economics. See, there is no single widely accepted or commonly accepted definition. Different economists defines economics in different ways or in different directions. സാമ്പത്തിക വിദഗ്ധർ ഇക്കണോമിക്സിനെ വ്യത്യസ്തമായ രീതികളിലാണ്, വ്യത്യസ്തമായ ഡയറക്ഷൻസിലാണ് നിർവചിച്ചിരിക്കുന്നത്. അവിടെ ഒരു പൊതുവായി അംഗീകരിക്കപ്പെട്ട നിർവചനമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആൻഡ് ദീസ് ഡെഫിനേഷൻസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 4. അങ്ങനെ ഇക്കണോമിസ്റ്റ് നൽകിയിട്ടുള്ള നിർവചനങ്ങളെ 4 തരംതിരിക്കുന്നു. സോ വാട്ട് ആർ ദാറ്റ് ക്ലാസിഫിക്കേഷൻസ്? ഫസ്റ്റ് വൺ ഈസ് വെൽത്ത് ഡെഫിനിഷൻ. സെക്കൻഡ് വൺ ഈസ് വെൽഫെയർ ഡെഫിനിഷൻ. Third one is scarcity definition, and the fourth one is growth definition. Let us see these definitions. ഈ നിർവചനങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. First one is wealth definition given by Adam Smith. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് കാണേണ്ടത് wealth definition given by Adam Smith. ആഡം സ്മിത്ത് നൽകിയ wealth definition ആണ്. According to Adam Smith, economics is the study of wealth. How wealth is to be produced and distributed. ആഡം സ്മിത്ത് ഇക്കണോമിക്സിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് ഇക്കണോമിക്സ് എന്നാണ് ആഡം സ്മിത്ത് പറയുന്നത്. ആ പഠനത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ഹൗ വെൽത്ത് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. വെൽത്ത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, ഇക്കണോമിക്സ് ഇൻക്ലൂഡ് 2 things. 2 കാര്യങ്ങളാണ് ഇക്കണോമിക്സിൽ വരുന്നത്. വാട്ട് ആർ ദ 2 things? ഹൗ വെൽത്ത് പ്രൊഡ്യൂസ്ഡ്, ഫസ്റ്റ് വൺ. എങ്ങനെയാണ് സമ്പത്ത് നിർമ്മിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഹൗ ദീസ് വെൽത്ത് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. രണ്ടാമത്തത് എന്താണ്? ഈ സമ്പത്ത് എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് വിതരണം ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുക? ഇക്കണോമിക്സ് എന്ന് പറയുന്നതെന്ന് ആഡം സ്മിത്ത് പറയുന്നു. സോ ദാറ്റ് ഈസ് ദ വെൽത്ത് ഡെഫിനിഷൻ. ദാറ്റ് ഈസ് കോൾഡ് എ വെൽത്ത് ഡെഫിനിഷൻ. ആൻഡ് നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് വെൽഫെയർ ഡെഫിനിഷൻ. വെൽഫെയർ ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ തരുന്ന വെൽഫെയർ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ ഇക്കണോമി ഓർ ഇക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. It examines that part of individual and social action which is most closely connected with the attainment and with the use of material requisites of well-being. How Alfred Marshall defines economics? Economicsനെ ആൽഫ്രഡ് മാർഷൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. Political economy or economics is a study of mankind in ordinary business of life. മനുഷ്യനെക്കുറിച്ച് അവൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പഠനമാണ് ഇക്കണോമിക്സിലുള്ളത്. ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പഠനമാണ് ഇക്കണോമിക്സിലുള്ളത്. ആൻഡ് ഇറ്റ് എക്സാമിൻസ്
or it studies. ഇനി ഇക്കണോമിക്സ് എന്താ പഠിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എക്സാമിൻ ചെയ്യുന്നത്? That part of individual and social action which is closely connected with the attainment and with the use of material requisites of well-being. സുഖകരമായ ജീവിതത്തിന് അല്ലെങ്കിൽ ഉയർന്ന ജീവിത നിലവാരത്തോടെ ജീവിക്കുവാൻ വേണ്ടി വ്യക്തികളും സമൂഹവും എങ്ങനെയാണ് ഭൗതികമായ വസ്തുക്കൾ സ്വരൂപിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് എന്നതാണ് ഇക്കണോമിക്സിൻ്റെ പഠന വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു വെക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കണോമിക്സിലുള്ളത്. ഇനി എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? വാട്ട് ഇറ്റ് സ്റ്റഡിയിങ്, എന്താണ് പഠിക്കുന്നത്? അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് വെരിഫൈയിങ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻസ് which is most closely connected with the attainment and with the use of material requisites of well-being. സുഖകരമായ ഉയർന്ന ഒരു ജീവിതം നയിക്കാൻ വേണ്ടി ഭൗതികമായ വസ്തുക്കളെ എങ്ങനെ നേടുകയും എങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു വ്യക്തികളും സമൂഹവും എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കണോമിക്സിൽ ഉള്ളത് എന്ന് ആര് പറയുന്നു? ആൽഫ്രഡ് മാർഷൽ പറയുന്നു. സോ ദാറ്റ് ഈസ് ദ വെൽഫെയർ ഡെഫിനിഷൻ ഗിവൺ ബൈ Alfred Marshall. And the next one is scarcity definition. Scarcity definition is given by Robbins. Scarcity definition ആരാണ് തരുന്നത്? റോബിൻസ് എന്ന ഇക്കണോമിസ്റ്റ് ആണ്. And what is the definition? Economics is the science which studies human behavior as a relationship between ends and scarce means which have alternative uses. എന്താണ് റോബിൻസ് ഇക്കണോമിക്സിനെ കുറിച്ച് പറയുന്നത്? ഇക്കണോമിക്സ് ഈസ് ദ സയൻസ്, ഇക്കണോമിക്സ് ഒരു ശാസ്ത്രമാണ്. വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യൻ്റെ സ്വഭാവത്തിനെ കുറിച്ച് പഠിക്കുകയാണ്. ബട്ട് അതെങ്ങനെയാണ് പഠിക്കുന്നത്? ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് ദ സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. മനുഷ്യൻ്റെ കയ്യിലുള്ള റിസോഴ്സുകൾ അത് പരിമിതമാണ്, ലിമിറ്റഡ് റിസോഴ്സ്. അതുപോലെ തന്നെ അതിനെന്തുണ്ട്? ഇറ്റ് ഹാവ് എ ആൾട്ടർനേറ്റീവ് യൂസസ്. എന്താണ്? വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങളുമുണ്ട്. നമ്മളുടെ കയ്യിൽ ലിമിറ്റഡായ റിസോഴ്സുകളുണ്ട്, അതിന് വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങളുമുണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങളുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന പരിമിതമായ റിസോഴ്സുകളെ നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് എവിടെ പഠിക്കുന്നത്? ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. സോ ഇക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യൻ്റെ സ്വഭാവത്തിനെ കുറിച്ച് പഠിക്കുന്നു. ഇൻ റിലേഷൻഷിപ്പ് വിത്ത്, ഏതുമായി ബന്ധപ്പെടുത്തിയാണ് പഠിക്കുന്നത്? എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ അവൻ്റെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സ് അതിനെന്തുണ്ട്? വ്യത്യസ്തമായ ഉപയോഗവുമുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങളും വ്യത്യസ്തമായ ഉപയോഗമുള്ള റിസോഴ്സുകൾ, പരിമിതമായ റിസോഴ്സുകളുമായി ബന്ധപ്പെടുത്തി മനുഷ്യൻ്റെ സ്വഭാവത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇക്കണോമിക്സ് എന്ന് ആര് പറയുന്നു? റോബിൻസ് പറയുന്നു. സോ ദാറ്റ് ഈസ് ദ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. And the fourth definition is modern and or growth definition. Modern definition or a growth definition. It is given by Professor Samuelson. Samuelson തരുന്ന ഗ്രോത്ത് ഡെഫിനിഷനാണ് നമുക്ക് ലാസ്റ്റായി പഠിക്കേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഗിവൺ ബൈ പ്രൊഫസർ സാമുവൽസൺ? ഇക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് how men and society choose, with or without the use of money, to employ scarce productive resources which could have alternative uses, to produce various commodities over time and distribute them for consumption now and in the future among various peoples and groups of society. So what is the definition given by Professor Samuelson? So that is the modern definition also. അപ്പോൾ എന്താണ് മോഡേൺ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്ന
പ്രൊഫസർ സാമുവലിൻ്റെ നിർവചനം ഇക്കണോമിക്സിനെ സംബന്ധിച്ച് എന്താണെന്ന് നോക്കാം. ഇക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ്. മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച പഠനമാണ്. ഇനി എന്ത് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് പിന്നെ പറയുന്നത്. എന്താണ് തിരഞ്ഞെടുക്കുന്നത്? മനുഷ്യനും സമൂഹവും എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ഓക്കെ, നോക്കാം. വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി. ആ തിരഞ്ഞെടുപ്പ് പണത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പണം ഉപയോഗിക്കാതെയോ ആവാം. പണം ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ ആകാം. To employ scarce productive resources which could have alternative uses to produce various commodities. അപ്പം എന്താണ് തിരഞ്ഞെടുക്കുന്നത്? അവരുടെ കയ്യിലുള്ള പരിമിതമായ റിസോഴ്സുകൾ, അതിന് എന്താണ് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന പരിമിതമായ വിഭവങ്ങളെ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളുടെ ഉൽപ്പാദനത്തിന് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഇവിടെ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിവിടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ടു പ്രൊഡ്യൂസ് വേരിയസ് കമ്മോഡിറ്റീസ് ഓവർ ടൈം ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ഫോർ കൺസംഷൻ നൗ ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ എമംഗ് വേരിയസ് പീപ്പിൾസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി. എന്തിനാണ് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടു ഡിസ്ട്രിബ്യൂട്ട് ടു ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ സൊസൈറ്റി. സമൂഹത്തിന്, വ്യക്തികൾക്ക് ഒക്കെ എന്താണ് വിതരണം ചെയ്യാൻ വേണ്ടി. എന്തിനു വേണ്ടി? ഇന്നും നാളെയുമുള്ള ഉപഭോഗത്തിന് വേണ്ടി. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഗ്രോത്ത് ഡെഫിനിഷൻ പറയുന്നത്? വ്യക്തികളുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇന്നും നാളെയുമുള്ള ഉപഭോഗത്തിനു വേണ്ടി വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. ആ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളുടെ കയ്യിലുള്ള പരിമിതമായ വ്യത്യസ്തമായ ഉപയോഗങ്ങളുള്ള വിഭവങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന തിരഞ്ഞെടുപ്പാണ് എന്തെന്ന് പറയുന്നത്? ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എന്ന് ആര് പറയുന്നു? പ്രൊഫസർ സാമുവൽസൺ പറയുന്നു. സോ ദാറ്റ് ഈസ് ദി ഗ്രോത്ത് ഡെഫിനിഷൻ. നൗ ലെറ്റ് us see മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. What is microeconomics? The term micro means small. So microeconomics means economics that studies the behavior of individual units or small groups of units. അപ്പോൾ എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വ്യക്തികളുടെ അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളുടെ സ്വഭാവത്തിനെ കുറിച്ചുള്ള പഠനമാണ്, ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. Example, study of a particular firm, study of a household, study of individual prices, individual wages, etc. വ്യക്തികളുടെ അവരുടെ വേജസ്, അവരുടെ ഇൻകം, അതുപോലെ തന്നെ കുടുംബങ്ങളുടെ ഇൻകം, അവരുടെ സേവിങ്സ്. അപ്പം ഇതിനുപോലെ ചെറിയ യൂണിറ്റുകളുടെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ചെയ്യുന്നത്. And what is macroeconomics? അപ്പോൾ എന്താണ് macroeconomics? The term macro means large. So macroeconomics means economics that studies the behavior of large aggregate. Behavior of large aggregate. ഇവിടെ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠന വിധേയമാക്കുന്നത് ഒരു ടോട്ടൽ ബിഹേവിയറാണ്. ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ആകെയുള്ള ബിഹേവിയറാണ് പഠന വിധേയമാക്കുന്നത്. ടോട്ടൽ സേവിങ്സ്, ടോട്ടൽ ഇൻകം, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്, ജനറൽ പ്രൈസ് ലെവൽ. സോ ദീസ് ആർ ദ കൺസിഡറേഷൻസ് അണ്ടർ മാക്രോ എക്കണോമിക്സ്. അപ്പോൾ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ജനറലായിട്ടുള്ള പ്രൈസ് ലെവലുകൾ അല്ലെങ്കിൽ ടോട്ടൽ സേവിങ്സ് അല്ലെങ്കിൽ ടോട്ടൽ വേജസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മൈക്രോ എക്കണോമിക്സിൽ ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിൻ്റെ അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രികളുടെ പ്രൈസ് ലെവലാവാം, അല്ലെങ്കിൽ വേജസ് ആവാം, അല്ലെങ്കിൽ ഇൻകം ആവാം പഠന വിധേയമാക്കുന്നത്. Now let us see the differences between microeconomics and macroeconomics. First difference is based on its origin. ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് വ്യത്യാസം?
The term micro derived from the Greek word micros, which means small, while the term macro derived from the Greek word macros, which means large. So that is the first difference. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം എന്താണ്? മൈക്രോ എന്ന പദം ഡെവലപ്പ് ചെയ്തു വന്നത് ഗ്രീക്ക് വേർഡായ മൈക്രോസിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സ്മോൾ എന്നാണ്, ചെറുത് എന്നാണ്. മാക്രോ ഇക്കണോമിക്സിൽ മാക്രോ എന്നുള്ള ഒരു ടേം ഡെവലപ്പ് ചെയ്തു വന്നത് ഗ്രീക്ക് വേർഡായിട്ടുള്ള മാക്രോസിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ലാർജ് എന്നാണ്, വലുത് എന്നാണ്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഡിഫറൻസ്. ആൻഡ് ദ സെക്കൻഡ് ഡിഫറൻസ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? The objective of microeconomics on demand side, it is maximization of utility, while the objective on the supply side is maximization of profitability. മൈക്രോ എക്കണോമിക്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഡിമാൻഡ് സൈഡിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി, മൂല്യത്തിൻ്റെ വർധനവാണ്, യൂട്ടിലിറ്റിയുടെ വർധനവാണ്. But on the supply side, its objective is maximization of profitability. Profitabilityയുടെ വർധനയാണ്. But what is the objective of macroeconomics? Macroeconomicsൻ്റെ ലക്ഷ്യം എന്താണ്? It is full employment, price stability, economics growth and favorable balance of payments. അതെന്താണ്? രാജ്യത്ത് ഫുൾ എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ ആകാം എന്ന് പറയുന്നു. ആൻഡ് ദി നെക്സ്റ്റ് ഈസ് ബേസ് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്, or the differences between these two based on its basic concept. ഇതിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായ കൺസെപ്റ്റ് എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യത്യാസമാണ് ഇനി കാണേണ്ടത്. The basic concept that is used in microeconomics is price mechanism, which is an effect of supply and demand. മൈക്രോ ഇക്കണോമിക്സിലെ ഒരു അടിസ്ഥാനപരമായ കൺസെപ്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് മെക്കാനിസമാണ്. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സപ്ലൈയും ഡിമാൻഡും ചേർന്ന് പ്രൈസ് നിശ്ചയിക്കുന്ന ഒരു സംവിധാനം. ഒരു ഓപ്പൺ മാർക്കറ്റിൽ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് നിശ്ചയിക്കുന്നത് എന്തായിരിക്കും? ഡിമാൻഡും സപ്ലൈയും ചേർന്നായിരിക്കും, ഈ രണ്ട് ഫോഴ്സുകൾ ചേർന്നായിരിക്കും. ആ ഒരു സംവിധാനത്തിനെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതാണ് മൈക്രോ ഇക്കണോമിക്സിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് നമുക്ക് അറിയാം. ആൻഡ് വാട്ട് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് മാക്രോ എക്കണോമിക്സ്? ഇനി മാക്രോ എക്കണോമിക്സിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ കൺസെപ്റ്റ് എന്താണ്? ദ ബേസിക് കൺസെപ്റ്റ് ഈസ് നാഷണൽ ഇൻകം, national output and employment, which is the result of demand and supply. അതുപോലെ തന്നെ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ഇൻകം, അതുപോലെ തന്നെ ഔട്ട്പുട്ട്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്, അത് തീരുമാനിക്കുന്നത് എന്താണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈയും ചേർന്നിട്ടാണ്, ഈ രണ്ട് ഫോഴ്സുകൾ ചേർന്നാണ്. അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സുകൾ ചേർന്ന് നിശ്ചയിക്കുന്ന നാഷണൽ ഇൻകം, ഔട്ട്പുട്ട്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെയാണ് മാക്രോ ഇക്കണോമിക്സിൻ്റെ അടിസ്ഥാനപരമായ കൺസെപ്റ്റ് എന്ന് കാണാം. And the next is area of study. Differences between these two based on area of study. Under microeconomics, we are studying segments of market. മാർക്കറ്റിൻ്റെ ഓരോ സെഗ്മെൻറ്റുകളാണ്, ഇൻഡിവിജ്വൽ യൂണിറ്റുകളാണ് നമ്മൾ അവിടെ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സിൽ. വൈൽ ഇൻ കേസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് വി ആർ കവറിങ് ദി എൻറ്റയർ മാർക്കറ്റ്. ആ ടോട്ടൽ മാർക്കറ്റിനെയാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോൾ ഇക്കണോമിയാണ്, ഇക്കണോമി ആകെ എന്താണ് നമ്മൾ പരിഗണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് സ്കോപ്പ് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സിൻ്റെയും മാക്രോ ഇക്കണോമിക്സിൻ്റെയും സ്കോപ്പ് എന്താണ്? മൈക്രോ ഇക്കണോമിക്സ്, it covers several issues like demand, supply, factor pricing, product pricing and more. മൈക്രോ ഇക്കണോമിക്സ് പരിഗണിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഡിമാൻഡ്, സപ്ലൈ, അതുപോലെ തന്നെ ഫാക്ടർ പ്രൈസിങ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ, അപ്പോൾ അതിൻ്റെ പ്രൈസിങ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പ്രൈസിങ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മൈക്രോ ഇക്കണോമിക്സിൽ പരിഗണിക്കും. ആൻഡ് മാക്രോ ഇക്കണോമിക്സ് കവേഴ്സ്, ഇനി മാക്രോ ഇക്കണോമിക്സ് കവർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ എന്താണ്?
covers several issues like national income, employment, general price level and more. അത് നാഷണൽ ഇൻകം ആവാം, നാഷണൽ ഔട്ട്പുട്ട് ആവാം, എംപ്ലോയ്മെൻ്റ് ആവാം, ജനറൽ പ്രൈസ് ലെവൽ ആവാം, അങ്ങനെയുള്ള വിഷയങ്ങൾ ആവാം എന്ന് പറയുന്നു. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇക്വിലിബ്രിയം അനലൈസിസ്. ഇക്വിലിബ്രിയം അനലൈസിസ്. Microeconomic explains how equilibrium can be achieved at a small scale or in an individual units. ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൽ ഇക്വിലിബ്രിയം എങ്ങനെ അറ്റൈൻ ചെയ്യാമെന്നാണ് മൈക്രോ ഇക്കണോമിക്സ് പറയുന്നത്. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? എ സ്റ്റേറ്റ് ഇൻ വിച്ച് ഒപ്പോസിങ് ഫോഴ്സസ് ആർ ബാലൻസ്ഡ്. എതിർ ദിശയിൽ നിൽക്കുന്ന രണ്ട് ഫോഴ്സുകൾ ബാലൻസ് ചെയ്ത് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന രണ്ട് ഫോഴ്സുകളാണ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സിൽ ഏത് തരത്തിലുള്ള ഇക്വിലിബ്രിയമാണ് പറയുന്നത്? ഇക്വിലിബ്രിയം അച്ചീവ്ഡ് ബൈ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ഓർ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. ചെറിയ യൂണിറ്റുകൾ എങ്ങനെയാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പഠനമാണ് മൈക്രോ ഇക്കണോമിക്സിൽ കാണുന്നത്. ബട്ട് മാക്രോ ഇക്കണോമിക്സിലോ ഹൗ ടു അച്ചീവ് ഇക്വിലിബ്രിയം ലെവൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ഓഫ് ദ നേഷൻ. രാജ്യത്തിൻ്റെ ഇൻകം ലെവലിൽ അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ലെവലിലൊക്കെ എങ്ങനെ ഈ ഇക്വിലിബ്രിയം ലെവൽ അറ്റൈൻ ചെയ്യാം എന്നുള്ളതാണ് മാക്രോ ഇക്കണോമിക്സിൻ്റെ പഠന വിഷയം. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ്.